ഹായ് ലേണേഴ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന യൂണിറ്റിലെ തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന ചെറിയൊരു ഭാഗമാണ്. ഇതിൽ ഇൻ്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ചില തിയറീസാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ക്ലാസിക്കൽ തിയറീസ്, മറ്റ് ചില പ്രധാനപ്പെട്ട തിയറീസ്. ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇമ്പോർട്ട്, എക്സ്പോർട്ട് തുടങ്ങിയ എന്ന് പറഞ്ഞാൽ സാധന സേവനങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്, ഇറക്കുമതി ചെയ്യുന്നത് തുടങ്ങിയവയൊക്കെ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഭാഗങ്ങളാണ്. ഒരു രാജ്യത്തിന് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഫേവറബിൾ ആകണമെങ്കിൽ എപ്പോഴും എക്സ്പോർട്ട് കൂടുതലാവുകയും ഇമ്പോർട്ട് കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ്. സാധന സേവനങ്ങൾ കൂടുതലും എക്സ്പോർട്ട് ചെയ്യുക, ഇറക്കുമതി പരമാവധി കുറയ്ക്കുക എന്നതാണ് ഒരു രാജ്യത്തിൻ്റെ ഇൻ്റർനാഷണൽ ട്രേഡ് നല്ലത്. ഇൻ്റർനാഷണൽ ട്രേഡിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഫേവറബിൾ ആകണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എക്സ്പോർട്ട് കൂട്ടുക, ഇമ്പോർട്ട് കുറയ്ക്കുക തുടങ്ങിയ പ്രധാന കാര്യങ്ങൾ എക്കണോമിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നത് ചില തിയറീസിലൂടെയാണ്. അപ്പം അത് പ്രധാനപ്പെട്ട തിയറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലാസിക്കൽ തിയറിയിൽ തിയറീസ് ഓഫ് മെർക്കൻറ്റൈലിസം, തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ആദം സ്മിത്താണ്. ആദം സ്മിത്ത് ആരാണ്? ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്താണ്. അദ്ദേഹം 2 തിയറീസാണ് ഇൻ്റർനാഷണൽ ട്രേഡിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്: തിയറി ഓഫ് മെർക്കൻറ്റൈലിസം, തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. അടുത്തത് തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഡേവിഡ് റിക്കാർഡോ. ഇവ 3ഉം ക്ലാസിക്കൽ തിയറിയിലെ ഭാഗങ്ങളാണ്. അടുത്ത ചില തിയറീസാണ് ഹെക്ഷർ ഒഹ്ലിൻ തിയറി. അതിനെ നമുക്ക് 2 ഫാക്ടർ എൻഡോവ്മെൻറ്റ് തിയറി എന്ന് പറയാം. ലിയോൺഡിഫ് പാരഡോക്സ് തിയറി, അത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് വാസ്ലി ലിയോൺഡിഫ്. കൺട്രി സിമിലാരിറ്റീസ് തിയറി സജസ്റ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റീഫൻ ലിൻഡർ. കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ഓർ ഡയമണ്ട് തിയറി സജസ്റ്റ് ചെയ്തിട്ടുള്ളത് മൈക്കിൾ പോർട്ടർ. അപ്പം പ്രധാനപ്പെട്ട ക്ലാസിക്കൽ തിയറീസ് 2 ആദം സ്മിത്ത് ആണ്. അടുത്തത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ഡേവിഡ് റിക്കാർഡോ ആണ്. മറ്റ് പ്രധാനപ്പെട്ട തിയറീസ് വരുന്നത് ഹെക്ടർ ഒഹ്ലിൻ്റെ 2 ഫാക്ടർ എൻഡോവ്മെൻറ്റ് തിയറി, ലിയോൺഡിഫ് പാരഡോക്സ് തിയറി, കൺട്രി സിമിലാരിറ്റി തിയറി, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി. ഈ തിയറീസ് എല്ലാം എന്തൊക്കെയാണ് പറയുന്നതെന്ന് വിശദമായി നോക്കാം. ക്ലാസിക്കൽ തിയറിയിൽ ഒന്നാമത്തത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ആദം സ്മിത്താണ്. അദ്ദേഹം പറയുന്നത് the ability of a nation to produce the goods more efficiently and effectively than any other country. എന്താണ്?